നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃണമൂൽ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ സമരം ഉദ്ഘാടനം ചെയ്തു. വ്യാജ പട്ടയം നിർമ്മിച്ചും ഭരണത്തിന്റെ സംരക്ഷണത്തിലും ഭൂമി കയ്യേറ്റ മാഫിയായ സർക്കാർ രക്ഷപ്പെടുത്തുകയാണെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. മഹാത്മാഗാന്ധി സർവകലാശാല കലോത്സവത്തിന് തൊടുപുഴ അൽ-അസർ കോളേജിൽ തുടക്കമായി. സാഹിത്യകാരൻ PV ഷാജികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മങ്ങാട്ടുകവല ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറികളുടെ താക്കോൽ ദാനം നടന്നു. മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു താക്കോൽ കൈമാറി. ജനകീയ വിഷയങ്ങൾ പരിഹരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് MLA. വാർത്തകൾ വിശദമായി. കേരളത്തെ ലഹരി മാഫിയയുടെ പറുദീസയാക്കി മാറ്റിയ പിണറായി സർക്കാരിനെതിരെ ഇടുക്കി ജില്ലാ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ചീഫ് കോർഡിനേറ്റർ C രമേശൻ മുണ്ടക്കാട് അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ ധർണയിൽ പങ്കെടുത്തു. വളർന്നുവരുന്ന തലമുറകളിലെ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയുന്നതിന് സർക്കാർ ഊർജിതമായ പ്രവർത്തനങ്ങൾ നടത്തുക, പോലീസ് കാര്യക്ഷമമാകുക, എക്സൈസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക, രാഷ്ട്രീയ ഇടപെടലുകൾ ഒഴിവാക്കുക, ആശാ വർക്കേഴ്സിന്റെ ശമ്പളം വർദ്ധിപ്പിച്ച് അവരുടെ പ്രശ്നം പരിഹരിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇടുക്കി ജില്ലാ തൃണമൂൽ കോൺഗ്രസ് തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ ഏത് കേസുണ്ടാകുമ്പോഴും ഒരു ഭാഗത്ത് CPM ആണ് പ്രതികളായി വരുന്നത്. കൊലപാതകം ചെയ്തവർക്കും ലഹരി മാഫിയക്കുമൊക്കെ കടന്നുകൂടി ഒളിച്ചിരിക്കാവുന്ന ഒരു പാർട്ടിയായി CPM മാറുകയാണ്. CPM-ലേക്ക് ചേക്കേറിയാൽ അവരുടെ തെറ്റുകളൊക്കെ മൂടപ്പെടുമെന്ന അവസ്ഥയാണ് ഈ രാജ്യത്തുള്ളത്. ഇവിടെ റാഗിങ്ങിന്റെ പേരിൽ കോമ്പസ് കൊണ്ടൊരു കുട്ടിയുടെ ശരീരമാകെ വരഞ്ഞത് ഞാനും നിങ്ങളെ കണ്ടതാണ്. മത്സ്യങ്ങൾ പോലും കറി വെക്കാൻ അങ്ങനെ വരയാറില്ല. കാരണം 50ഉം 58ഉം വെട്ടൊക്കെ വെട്ടാവുന്ന പരിചയവും ക്ലാസും കൊടുക്കുന്ന പാർട്ടി എന്നുള്ളതിലേക്ക് ഈ രാജ്യത്ത് അക്രമികൾക്ക് എപ്പോഴും ഒത്താശ ചെയ്ത് കൊടുക്കുന്ന പാർട്ടിയായി CPM മാറുന്നു. എന്നിട്ട് കഴിഞ്ഞ 2 കൊല്ലങ്ങൾക്ക് മുമ്പാണ് എക്സൈസ് വകുപ്പ് നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ലഹരി മാഫിയയിൽ ലഹരി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് 19 വയസ്സിന് താഴെ ഉള്ളവരാണ് എന്ന് വ്യക്തമായ റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും ഒരു നടപടിയും ഉണ്ടായില്ല. സിനിമാ മേഖലയിലാണ് ലഹരി എന്നാണ് പറഞ്ഞു വരുത്തുന്നത്. സിനിമാക്കാർ തന്നെ കഴിഞ്ഞ 1.5 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ആവശ്യപ്പെടാൻ 3 റൗണ്ട് ഈ ഗവൺമെന്റിനെ കണ്ട് സിനിമാ മേഖലയിൽ സിനിമാ പ്രവർത്തകരുടെയുള്ള ലഹരി ഇല്ലാതാക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടതാണ്. ജില്ലാ ചീഫ് കോർഡിനേറ്റർ C രമേശൻ മുണ്ടക്കാട് അധ്യക്ഷത വഹിച്ചു. ഷെഫീഖ്, രമേശ് നെടുങ്കണ്ടം, വിജിത ബേബി, നിസാർ കൈതക്കോട്, അജി ആന്റണി, ശ്രുതി നവീൻ, NV ബേബി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. വ്യാജ പട്ടയം നിർമ്മിച്ചും ഭരണത്തിന്റെ സംരക്ഷണത്തിലും ഭൂമി കയ്യേറ്റ മാഫിയായ സർക്കാർ രക്ഷപ്പെടുത്തുകയാണെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. സർക്കാരിനെ കബളിപ്പിച്ച് വ്യാജരേഖ സൃഷ്ടിക്കുന്ന കയ്യേറ്റ മാഫിയായെ പൂർണ്ണമായും സംരക്ഷിക്കുന്നത് LDF സർക്കാരാണ്. വിവാദമാകുമ്പോൾ ഭൂമി തിരിച്ചുപിടിച്ചാലും വ്യാജ പട്ടയമുണ്ടാക്കുന്ന യഥാർത്ഥ കുറ്റവാളികളെ രക്ഷപ്പെടാൻ അനുവദിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ചൊക്രമുടിയിലാണെങ്കിലും പരുന്തുംപാറയിലാണെങ്കിലും യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്തുന്ന സർക്കാർ കയ്യേറ്റ മാഫിയയുടെ കയ്യിലെ കളിപ്പാവ ആണെന്നും MP ആരോപിച്ചു. നമ്മുടെ ജില്ലയിൽ പരുന്തുംപാറയിലെ ഭൂമി കയ്യേറ്റ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായിട്ടുണ്ടായ
വിവാദ സംഭവം ഉൾപ്പെടെ ഒത്തുനോക്കുമ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് രണ്ടാമത് വട്ടം അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായതായ ഉദ്യോഗസ്ഥ തലത്തിലും അതോടൊപ്പം തന്നെ ഭരണതലത്തിലും ഉണ്ടായിട്ടുള്ള അധികാര ദുർവിനിയോഗത്തിൻ്റെ തേർവാഴ്ചയുടെ ഫലമായിട്ടാണ് ഭൂസ്വത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന ഈ സംഭവങ്ങൾ തുടർക്കഥയായി മാറിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ പ്രത്യേകമായി പരിശോധിക്കേണ്ട കാര്യം, യഥാർത്ഥത്തിലുള്ള കുറ്റക്കാർ രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കള്ളപ്പട്ടയമുണ്ടാക്കി സർക്കാരിനെ വഞ്ചിച്ചതായ ഇടതുപക്ഷ ഭരണ നേതൃത്വത്തിൻ്റെ തണലിൽ വാഴുന്ന ഈ ഭൂമാഫിയ, അവരാണ് കുറ്റക്കാർ. അവരെ രക്ഷപ്പെടുത്തി ഇപ്പോഴും പുകമുറയ്ക്കും അകത്ത് സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇവിടെ 1, 2, 3, 4 അല്ല, തുടർക്കഥയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ വസ്തുക്കളൊക്കെ കൈമാറ്റം ചെയ്യപ്പെട്ട് മറ്റ് പലരുടെയും കൈകളിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കയ്യേറ്റ മാഫിയ എന്ന് പറയുന്നത് കള്ളപ്പട്ടയമുണ്ടാക്കി സർക്കാരിനെ വഞ്ചിച്ച് കോടികൾ സമ്പാദിച്ച് കടന്നു പോകുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഒരു തരത്തിൽ പെരിന്തൽമാർ വിഷയം ഉൾപ്പെടെ വസ്തുനിഷ്ഠമായ അന്വേഷണം സർക്കാർ തലത്തിൽ നടത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. കേവലം ഉപരിപ്ലവമായിട്ടുള്ള അന്വേഷണങ്ങൾ കൊണ്ട് മാത്രം ഇവിടെ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. യഥാർത്ഥത്തിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാനുള്ള ഇച്ഛാശക്തി ഈ സർക്കാരിനില്ല എന്നുള്ളത് വ്യക്തമാണ്. പെരിന്തൽമാറയിലെയൊക്കെ ഏക്കർ കണക്കിന് ഭൂമിയാണ് അന്യാധീനപ്പെട്ടു പോയിരിക്കുന്നത് എന്നുള്ളതിൽ സംശയമില്ല. അവിടെ സർക്കാരിനെ വഞ്ചിച്ച് കള്ളപ്പട്ടയമുണ്ടാക്കി അത് കൈമാറ്റം ചെയ്ത് അതോടൊപ്പം തന്നെ അത് കൈവശം വെച്ച് ഒക്കെ തന്നെ ഭരണ നേതൃത്വത്തിലുള്ള ആളുകളുടെ ഒത്താശയോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒന്നാം പ്രതി എന്ന് പറയുന്നത് ഭരണ നേതൃത്വം തന്നെയാണ്. ഈ ഭരണ നേതൃത്വത്തിൻ്റെ ഈ നെറുകെട്ട കൊള്ളക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാക്കന്മാർ ഉൾപ്പെടെ ഈ സംഭവ സ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് ഐക്യജനാധിപത്യ മുന്നണി കടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മഹാത്മാഗാന്ധി സർവകലാശാല കലോത്സവത്തിന് തൊടുപുഴ അൽ-അസ്ഹർ കോളേജിൽ തുടക്കമായി. സാഹിത്യകാരൻ PV ഷാജികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സിനിമാ താരങ്ങളായ മാത്യു തോമസ്, അശ്വതി മനോഹർ, ആഷ്ലിൻ തുടങ്ങിയവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. പരമ്പരാഗത കലാരൂപങ്ങളും പുതിയ കാലത്തിൻ്റെ സ്റ്റാൻഡപ്പ് കോമഡി ഉൾപ്പെടെയുള്ളവയും കലോത്സവത്തിൻ്റെ ഭാഗമാണ്. കലോത്സവം നടക്കുന്ന കാമ്പസിനുള്ളിൽ ലഹരി ഉപയോഗം ഇല്ലെന്ന് ഉറപ്പാക്കാൻ വോളണ്ടിയർമാരെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കലയും സൗഹൃദവും ഒരുപോലെ ചാലിച്ച നിറക്കൂട്ടിന്റെ വർണ്ണപ്പകിടിനെ സാക്ഷിയാക്കി MG സർവകലാശാല കലോത്സവത്തിന് അൽ-അസ്ഹർ ക്യാമ്പസിൽ തിരിതെളിഞ്ഞു. സാഹിത്യകാരൻ PV ഷാജികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സിനിമാ താരങ്ങളായ മാത്യു തോമസ്, അശ്വിൻ മനോഹർ, ആഷ്ലിൻ തുടങ്ങിയവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ MS ഗൗതം, സിൻഡിക്കേറ്റ് അംഗം അമൽ എബ്രഹാം, TV സുജ, DSS ഡയറക്ടർ എബ്രഹാം K സാമുൽ എന്നിവർ പ്രസംഗിച്ചു. പരമ്പരാഗത കലാരൂപങ്ങളും പുതിയ കാലത്തിന്റെ സ്റ്റാൻഡപ്പ് കോമഡി ഉൾപ്പെടെയുള്ളവയും കലോത്സവത്തിന്റെ ഭാഗമാണ്. കലോത്സവം നടക്കുന്ന ക്യാമ്പസിനുള്ളിൽ ലഹരി ഉപയോഗം ഇല്ലെന്ന് ഉറപ്പാക്കാൻ വോളണ്ടിയർമാരുണ്ട്. ഇവർ മുഴുവൻ സമയവും ഇതിനായി പ്രവർത്തിക്കും. പരാതിരഹിത കലോത്സവ നടത്തിപ്പാണ് ലക്ഷ്യമെന്ന് യൂണിയൻ ചെയർപേഴ്സൺ MS ഗൗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. LDFിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി കോതമംഗലത്ത് BSNL ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ധർണാ സമരം CPM സംസ്ഥാന കമ്മിറ്റി അംഗം S സതീഷ് ഉദ്ഘാടനം ചെയ്തു. LDF നിയോജകമണ്ഡലം ചെയർമാൻ PT ബെന്നി അധ്യക്ഷത വഹിച്ചു. നിരവധി നേതാക്കൾ സന്നിഹിതരായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കും വന്യമൃഗ ശല്യത്തിനുമെതിരെയും കേന്ദ്ര വനനിയമം ഭേദഗതി ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് LDF സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായാണ് LDF നിയോജകമണ്ഡലം കമ്മിറ്റി BSNL ഓഫീസിനു മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. ധർണാ സമരം CPM സംസ്ഥാന കമ്മിറ്റി അംഗം S സതീഷ് ഉദ്ഘാടനം ചെയ്തു.
ആയിരങ്ങളോ പതിനായിരങ്ങളോ അണിനിരക്കുന്നവർക്ക് പ്രശ്നമല്ല. ശരിയായ മുദ്രാവാക്യം ഉയർത്തുന്നത് മാധ്യമങ്ങൾക്ക് പ്രശ്നമല്ല. ആ ശരിയായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പതിനായിരങ്ങൾ അണിനിരക്കുന്ന പ്രക്ഷോഭത്തെ കണ്ടില്ല എന്ന് നടിക്കുന്നവർ, വിരലിൽ എണ്ണാൻ കഴിയുന്ന തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ച് വലതുപക്ഷ രാഷ്ട്രീയത്തിന് അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ശരിയായ മുദ്രാവാക്യത്തെ മാറ്റിവെച്ച് ആ മുദ്രാവാക്യം പിണറായി സർക്കാരിനെതിരെ ആ മുദ്രാവാക്യമായി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോ വിരലിൽ എണ്ണാൻ കഴിയുന്ന തൊഴിലാളികൾ ഉപയോഗിക്കലും ആ തൊഴിലാളികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിന് വൻ പ്രചാര വിലയാണ് വലതുപക്ഷ മാധ്യമങ്ങൾ വലതുപക്ഷം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ആശാവർക്കർമാരുടെ പ്രശ്നങ്ങളുടെ കുറ്റവാളി ആരെ എന്ന് ചോദിച്ചാൽ ഈ നാട്ടിലെ കേരളത്തിന്റെ ഗവൺമെന്റ് ആണ് എന്ന് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലേക്കുള്ള ബോധപൂർവമായ പ്രചരണം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആശാവർക്കർമാരുടെ ഉൾപ്പെടെയുള്ള സ്കീം തൊഴിലാളികളുടെ തൊഴിൽ പ്രശ്നത്തിന്റെ കാരണക്കാരൻ ആര് എന്ന ചോദ്യത്തിന് ശരിയായ ഉത്തരം കേന്ദ്ര സർക്കാർ എന്നാണെന്ന് നിൽക്കുമ്പോ ആ കേന്ദ്ര സർക്കാരിനെതിരെ വിരൽ ചൂണ്ടാൻ കഴിയാത്ത അന്തരീക്ഷത്തിലേക്ക് കേരളീയ അന്തരീക്ഷത്തെ തീർക്കാനുള്ള കൗശലമാർന്ന രാഷ്ട്രീയത്തിന്റെ പ്രയോഗം ഇതാണ് കേരളത്തിനകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാം. നോക്കൂ, കേരളം ഇത്തരം കാര്യങ്ങൾക്കകത്തെല്ലാം മാതൃകാപരമായ സമീപനം സ്വീകരിക്കുന്ന സ്റ്റേറ്റാണ്. നിയമത്തിനകത്തു നിന്നുകൊണ്ട് തൊഴിലാളികൾക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന ഏറ്റവും മുന്തിയ പങ്ക് അവർക്ക് ലഭ്യമാക്കാൻ നമ്മുടെ സാമ്പത്തികമായ സാഹചര്യങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഗവൺമെന്റാണ് സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എന്ന് കാണാൻ കഴിയും. LDF നിയോജക മണ്ഡലം ചെയർമാൻ PT ബെന്നി അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം EK ശിവൻ, CPM കോതമംഗലം കവളങ്ങാട് ഏരിയ സെക്രട്ടറിമാരായ KA ജോയ്, ഷാജി മുഹമ്മദ്, കേരള കോൺഗ്രസ് എം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പോൾ മുണ്ടയ്ക്കൽ, ജനതാദൾ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി, കേരള കോൺഗ്രസ് കറിയ വിഭാഗം നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാജി പീച്ചക്കര, NCP എസ് ജില്ലാ സെക്രട്ടറി ബെന്നി പുളിക്കൽ, കേരള കോൺഗ്രസ് ബി നിയോജക മണ്ഡലം പ്രസിഡന്റ് ബേബി പൗലോസ്, കോൺഗ്രസ് എസ് പ്രസിഡന്റ് സാജൻ അമ്പാട്ട്, ജനാധിപത്യ കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി അലി നെല്ലിക്കുഴി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. മങ്ങാട്ടുകവല ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറിയുടെ താക്കോൽ ദാനം നടന്നു. മുറി വാടകയ്ക്കെടുത്ത ഷമീർ കുഞ്ചാവീടൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചുവിൽ നിന്നും താക്കോൽ ഏറ്റുവാങ്ങി. തൊടുപുഴ മങ്ങാട്ടുകവലയിലെ ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറിയുടെ താക്കോൽ ദാനം നടത്തി. ഷോപ്പിംഗ് കോംപ്ലക്സിലെ 33 നമ്പർ മുറിയുടെ താക്കോൽ ദാനമാണ് നിർവഹിച്ചത്. മുറി വാടകയ്ക്കെടുത്ത ഷമീർ കുഞ്ചാവീടൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചുവിൽ നിന്നും താക്കോൽ ഏറ്റുവാങ്ങി. നമ്മുടെ തൊടുപുഴയുടെ ഏറ്റവും വലിയ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു നമ്മുടെ നഗരത്തിന്റെ ഏറ്റവും മധ്യത്തിൽ തന്നെ ഇതുപോലെ ഉള്ളൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് നിലനിർത്തി കൊണ്ടുവരിക എന്നുള്ളത്. നമ്മുടെ നഗരസഭയിലെ ആകെ 35 കൗൺസിലർമാരുടെയും ഈ കഴിഞ്ഞ 5 വർഷത്തെ പ്രയത്നത്തിന്റെ ഫലമാണ് ഇന്ന് നമുക്കിവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഷമീറിന് ഇന്നിവിടെ താക്കോൽ ദാനം 33 നമ്പർ റൂമിൽ, ഷോപ്പിംഗ് കോംപ്ലക്സിലെ 33 നമ്പർ റൂമിന്റെ താക്കോൽ ദാനം നിർവഹിക്കാൻ സാധിച്ചത്. ഇതിന്റെ നാൾ വഴിയിലേക്ക് പോവുകയാണെങ്കിൽ വളരെയേറെ മുമ്പ് നമ്മുടെ കൗൺസിലിന്റെ ആദ്യ കാലഘട്ടത്തിലേക്ക് തന്നെ നമുക്ക് പോകേണ്ടി വരും. N ചന്ദ്രൻ ചെയർമാൻ ആയിരുന്ന കാലഘട്ടം മുതൽ ഇങ്ങനെ ഒരു പദ്ധതി മനസ്സിൽ പ്ലാൻ ചെയ്യുകയും അതിനുശേഷം തുടർന്നു വന്ന 2004 ബാബു പരമേശ്വരൻ അദ്ദേഹം കൗൺസിലിൽ തുടക്കം കുറിക്കുകയും ഇതിന്റെ പ്ലാൻ ആലോചിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം വന്ന ഷീജ ജയന്റെ കാലഘട്ടത്തിൽ തുടർന്നു വന്ന കൗൺസിലിന്റെ കാലഘട്ടത്തിൽ ഷീജ ജയന്റെ കാലഘട്ടത്തിലാണ് നമുക്കിതിനായിട്ട് പദ്ധതി ആവിഷ്കരിക്കുകയും പണം തുടക്കം വയ്ക്കുകയും ചെയ്തത്. അതിനുശേഷം മുന്നോട്ട് ഇങ്ങോട്ട് വന്ന് നമ്മുടെ മിനി മധു ചെയർപേഴ്സൺ ആയിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഇതിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ച് നമ്മളൊരു ഉദ്ഘാടന കർമ്മം നിർമ്മാണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു തറക്കല്ലിടൽ ചടങ്ങുകളൊക്കെ വെച്ച് ഉദ്ഘാടനം നമുക്ക് നടത്തി. അതിനുശേഷം തുടർന്നു വന്ന് നമ്മുടെ 35 പേരുടെയും കൗൺസിലർമാരുടെയും ഭയങ്കരമായ ആഗ്രഹത്തിന്റെ പുറത്ത് അതിനുവേണ്ടി കൃത്യമായി നിർവഹണത്തിലൂടെയാണ് നമുക്ക് ഇന്നിവിടെ ഇതിന്റെ താക്കോൽ ദാനം നിർവഹിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ ഏറെ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഇന്നിവിടെ ഉള്ളത്. ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസിയ രണി, കൗൺസിലർമാരായ മുഹമ്മദ് അഫ്സൽ, PG രാജശേഖരൻ, മിനി മധു, നിധി മനോജ്, MA കരീം, K ദീപക്, സച്മി ഷിംനാസ്, സനു കൃഷ്ണൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജനകീയ വിഷയങ്ങൾ പരിഹരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് MLA. കേരള കോൺഗ്രസ് പുറപ്പുഴ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് റെനീഷ് മാത്യു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. കൺവെൻഷന് മുന്നോടിയായി 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനം കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ രാജൻ കണ്ണാട്ട് ഫ്ലാഗ് ഓഫ് ചെയ്തു.
ജനകീയ വിഷയങ്ങൾ പരിഹരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ പി ജി ജോസഫ് MLA. കേരള കോൺഗ്രസ് പുറപ്പുഴ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാമാർ നടത്തുന്ന സമരം കണ്ടില്ലെന്ന് നടക്കുകയാണ് സർക്കാർ. ലഹരി മാഫിയ സംസ്ഥാനത്ത് തഴച്ചു വളരുകയാണ്. ക്യാമ്പസുകൾ സുരക്ഷിതമല്ലാത്ത ഇടങ്ങളായി മാറുകയാണ്. സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല. എല്ലാ മേഖലകളിലും പരാജയമാണ് ഇടത് സർക്കാരെന്നും പി ജി ജോസഫ് പറഞ്ഞു. കൺവെൻഷന് മുന്നോടിയായി നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനം കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ രാജൻ കണ്ണാട്ട് ഫ്ളാഗ് ഓഫ് ചെയ്തു. പൊതുസമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് റെനീഷ് മാത്യു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. യോഗത്തിൽ സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ്, തോമച്ചൻ P മുണ്ടുപാലം, ജോബി മാത്യു, ക്ലമന്റ് ഇമാനുവൽ, അഡ്വക്കേറ്റ് ജോൺസൺ ജോസഫ്, തോമസ് പൈറ്റിനാൽ, ജോർജ് മുല്ലക്കരി, ബിന്ദു ബെന്നി, സിനി ജസ്റ്റിൻ, ടോമി തടത്തിൽ, R ഹരിശങ്കർ, രമേശ് കൃഷ്ണൻകുട്ടി, ഏലിക്കുട്ടി മാണി, അച്ചാമ ജോയ് എന്നിവർ ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുട്ടം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ദേശീയ പുകവലി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി ദേവസ്യ ഉദ്ഘാടനം ചെയ്തു. സിവിൽ എക്സൈസ് ഓഫീസർ മുഹമ്മദ് റിയാസ് പുകവലിയും ലഹരി ഉപയോഗവും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. ഇടുക്കി നെഹ്റു യുവകേന്ദ്ര, ജില്ലാ യൂത്ത് ക്ലബ് എന്നിവ ചേർന്ന് മുട്ടം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ NSS യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് പരിപാടി നടത്തിയത്. ലഹരിയിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണ് പുകവലിയിലൂടെ പുതുതലമുറ നടത്തുന്നതെന്ന് മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി ദേവസ്യ അഭിപ്രായപ്പെട്ടു. ദേശീയ പുകവലി വിരുദ്ധ ദിനാചരണം മുട്ടം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പ്രസിഡന്റ്. ലഹരിയുടെ ഉപയോഗവും അതുമൂലം ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ വളരെ, അതായത് നമുക്ക് ഈ ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ബോധമില്ലാതെ, ഞാൻ പറയുന്നത് സുബോധമില്ലാതെയാണ് ഈ പ്രവർത്തനങ്ങൾ. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ തിരുവനന്തപുരത്ത് വൈകിയുണ്ടായി ഒരു ബാലൻ ഏതാണ്ട് 5 പേരെയാണ് ചുറ്റികൾ കൊണ്ട് തലക്കടിച്ചു വന്നത്. അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സുബോധത്തോടെയല്ല അത് ചെയ്തത്. നിങ്ങൾ അത് ഒക്കെ ഈ പേപ്പറിൽ കൂടി കാണുന്ന ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ അതിൽ നിന്നെല്ലാം എന്തെങ്കിലും ഒരു ചെറിയ ഉണ്ടെങ്കിൽ തന്നെ അതിലടിമപ്പെട്ട് പോകാതെ നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മൾ ഈ പോളിടെക്നിക്കിനെ പറ്റി പറയുവാണെങ്കിൽ നേരത്തെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ പല തവണയായിട്ട് ഇവിടെ മെമ്പറായിരിക്കുന്ന വ്യക്തിയാണ്. അപ്പം ഈ പോളിടെക്നിക്കിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, നല്ല അച്ചടക്കമുള്ള കുട്ടികളാണ് നിങ്ങൾ എന്നാണ് എനിക്ക് അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ. ഇടുക്കി നെഹ്റു യുവകേന്ദ്ര, ജില്ലാ യൂത്ത് ക്ലബ്ബ് എന്നിവ ചേർന്ന പോളിടെക്നിക് കോളേജ് NSS യൂണിറ്റിന്റെ സഹകരണത്തോടെ നടത്തിയ ബോധവൽക്കരണ പരിപാടിയിൽ കോളേജ് പ്രിൻസിപ്പൽ NA മായാബൻ അധ്യക്ഷത വഹിച്ചു. പുകവലിയും ലഹരി ഉപയോഗവും എന്ന വിഷയത്തിൽ സിവിൽ എക്സൈസ് ഓഫീസർ മുഹമ്മദ് റിയാസ് ക്ലാസ് നയിച്ചു. ജില്ലാ യൂത്ത് ക്ലബ്ബ് ട്രഷറർ AP മുഹമ്മദ് ബഷീർ, സെക്രട്ടറി N രവീന്ദ്രൻ, NSS പ്രോഗ്രാം ഓഫീസർ സാം T ജോർജ് എന്നിവർ പ്രസംഗിച്ചു. NSS വോളണ്ടിയർമാരായ ആഷിൻ J ജോസഫ്, അഞ്ജന ലാൽ, അഭിജിത്ത് TS എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുട്ടം. വണ്ണപ്പുറം ഒറകണ്ണിയിലുണ്ടായ കനത്ത മഴയിലും കാറ്റിലും പള്ളിപ്പറമ്പിൽ ബിജുവിന്റെ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണ് വീടിന്റെ മേൽക്കൂരയും ഭിത്തിയും വീട്ടുപകരണങ്ങളും നശിച്ചു. തിങ്കളാഴ്ച വൈകുന്നേരം 4:30 അപകടം. മരം വീഴുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന ബിജുവിന്റെ ഭാര്യ ബിജിയും മകനും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. വണ്ണപ്പുറം ഒറക്കണ്ണിയിൽ തിങ്കളാഴ്ചയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും പള്ളിപ്പറമ്പിൽ ബിജുവിന്റെ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണ് വീടിന്റെ മേൽക്കൂരയും ഭിത്തിയും വീട്ടുപകരണങ്ങളും നശിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 4:30 അപകടമുണ്ടായത്. മരം വീഴുമ്പോൾ ബിജുവിന്റെ ഭാര്യ ബിജിയും മകനുമാണ് വീട്ടിലുണ്ടായിരുന്നത്. തലനാരിഴയ്ക്കാണ് ഇവർ രണ്ടുപേരും രക്ഷപ്പെട്ടത്. ഇന്നലെ 4:30 കൂടി വലിയ കാറ്റും മഴയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. കൊച്ചും ഞാനും തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മൊത്തം വീടും ആകെ പോയിരിക്കുക. അപ്പം വീടിൻ്റെ സമയത്ത് നിന്ന് തെങ്ങ് വലിയ കാറ്റും മഴയോട് കൂടിയിട്ട് വീട്ടിലേക്ക് വന്ന് അടിച്ചു വീഴുകയായിരുന്നത്. മരം വീണതിനെ തുടർന്ന് വീട് പൂർണ്ണമായും താമസിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. ഭിത്തികളും മേൽക്കൂരയും തകർന്നു വീണിട്ടുണ്ട്. വേനൽമഴ തുടരുന്ന സാഹചര്യത്തിൽ എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് ഈ കുടുംബം. മേൽക്കൂര മൊത്തം നശിച്ചു പോയിരിക്കുകയാണ്. ഇനി ഷീറ്റ് തടി മുകളിൽ നിന്ന് മാറ്റാനും പറ്റില്ല. മാറ്റിയ കൂടുതൽ ബുദ്ധിമുട്ടാകും. ഭിത്തി മൊത്തം പോയി. റൂം കുറച്ച് നാശനഷ്ടങ്ങളും ഉപകരണങ്ങളും പോയിട്ടുണ്ട്. വില്ലേജ് ഓഫീസറെ കണ്ടിട്ട് ഫോമെല്ലാം പൂരിപ്പിച്ചിട്ട് പഞ്ചായത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോന്നു. ഇതുവരെ വന്നില്ല. നാളെ വരുമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ 25 വർഷമായി വണ്ണപ്പുറം പഞ്ചായത്തിൽ 16-ാം വാർഡിൽ ഉൾപ്പെടുന്ന ഇവർ നിരവധി ഭവന പദ്ധതികളിൽ അപേക്ഷിച്ചെങ്കിലും ഇതുവരെ ഒരു വീട് ലഭിച്ചിട്ടില്ല. ഞങ്ങൾ അപേക്ഷ വെച്ചിട്ട് ഒരു വീട് ഞങ്ങൾക്ക് ഇതുവരെ സാഹചര്യമായിട്ട് തന്നിട്ടില്ല അവർ. ഇനിയിപ്പം
ഇതിനകത്ത് കിടക്കാനും പറ്റില്ല. അതുകൊണ്ട് ഒരു വീട് ഞങ്ങളെങ്ങോട്ടാ പോകണ്ടേ, താമസിക്കാൻ ഞങ്ങൾക്ക് അറിയാനും പറ്റില്ല. അധികാരികളുടെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടലുണ്ടായി ഇവരുടെ പുനരധിവാസം ഉറപ്പാക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റും ലീഗൽ മെട്രോളജി വകുപ്പും സംയുക്തമായി അടിവാട് വ്യാപാര ഭവനിൽ ലീഗൽ മെട്രോളജി ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് പ്രസിഡന്റ് MM അലിയാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റും ലീഗൽ മെട്രോളജി വകുപ്പും സംയുക്തമായിട്ടാണ് ലീഗൽ മെട്രോളജി ക്യാമ്പ് സംഘടിപ്പിച്ചത്. അടിവാട് വ്യാപാര ഭവനിൽ വെച്ച് സംഘടിപ്പിച്ച ക്യാമ്പിന് സാജു MS, രാഹുൽ ജയ്മോൻ എന്നിവർ നേതൃത്വം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് പ്രസിഡന്റ് MM അലിയാർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സെക്രട്ടറി MA ഷെറു, ട്രഷറർ ജോസ് കണ്ടോത്ത്, നിയോജക മണ്ഡലം യൂത്ത് വിംഗ് പ്രസിഡന്റ് PM ഷംജൽ, വൈസ് പ്രസിഡന്റ് CH സിദ്ദിഖ്, ഇബ്രാഹിം കൊടത്തിപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. അനീഷ് രാജൻ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യം ഉയർത്തി DYFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വം നടത്തുന്ന ഇരുചക്ര വാഹന റാലിക്ക് ചെറുതോണിയിൽ സ്വീകരണം നൽകി. സ്വീകരണ പരിപാടികൾ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസ് ഉദ്ഘാടനം ചെയ്തു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. അനീഷ് രാജൻ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യം ഉയർത്തി DYFI ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ നിന്ന് നെടുങ്കണ്ടത്തേക്ക് പോകുന്ന ഇരുചക്ര വാഹന റാലിക്കാണ് ചെറുതോണിയിൽ സ്വീകരണം നൽകിയത്. DYFI ജില്ലാ പ്രസിഡന്റ് S സുധീഷാണ് ജാഥ ക്യാപ്റ്റൻ. ചെറുതോണിയിൽ നടന്ന സ്വീകരണ പരിപാടി മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസ് ഉദ്ഘാടനം ചെയ്തു. മദ്യത്തിന്റെ അടിമത്തം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ കേരളത്തിലും വളരെ രൂക്ഷമായി തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 2-3 ദിവസം മുമ്പ് കണ്ടു, കളമശ്ശേരിയില് പോളിടെക്നിക് സ്കൂളിന്റെ അല്ലെങ്കിൽ ആ ക്യാമ്പയിന്റെ താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ നിന്നും 10 കിലോ കഞ്ചാവൊക്കെയാണ് ഒറ്റയടി പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. ഇങ്ങനെ യുവജനങ്ങൾ മദ്യത്തിനടിമയായി അല്ലെങ്കിൽ മയക്കുമരുന്നിനടിമയായി പോകുമ്പോഴും അതിനെ എടുത്തു പിടിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കാനുള്ള സംവിധാനത്തിലേക്കാണ് ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാർ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. S സുധീഷ് സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തി സംസാരിച്ചു. അഭിവാദ്യം അർപ്പിച്ച് MS ശരത്ത്, അരുൺദാസ്, ഡിറ്റാജ് ജോസഫ്, KS അജൂബ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മരിയാപുരം ഗ്രാമപഞ്ചായത്ത് തല പഠനോത്സവം തിളക്കം 2K25 ഇടുക്കി ന്യൂമാൻ LP സ്കൂളിൽ സംഘടിപ്പിച്ചു. ന്യൂമാൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പഠനോത്സവത്തിന്റെ ഉദ്ഘാടനം മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയി നിർവഹിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ സുദീപ ആമുഖ പ്രഭാഷണം നടത്തി. കട്ടപ്പന BPO ഷാജിമോൻ മുഖ്യ പ്രഭാഷണം നടത്തി. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. മരിയാപുരം ഗ്രാമപഞ്ചായത്ത് തല പഠനോത്സവം തിളക്കം 2K25 എന്ന പേരിൽ ഇടുക്കി ന്യൂമാൻ LP സ്കൂളിൽ സംഘടിപ്പിച്ചു. കുട്ടികളിൽ 1 വർഷം പഠിച്ച പഠനകാര്യങ്ങൾ സമൂഹത്തെയും രക്ഷിതാക്കളെയും അറിയിക്കുക എന്ന ആശയമാണ് പഠനോത്സവം കൊണ്ട് ലക്ഷ്യമിടുന്നത്. മരിയാപുരം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജു പോൾ അധ്യക്ഷത വഹിച്ച യോഗത്തിന്റെ ഉദ്ഘാടനം മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയ് നിർവഹിച്ചു. പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുന്ന പഠന പ്രവർത്തനങ്ങൾ എത്രത്തോളം ഓരോ കുട്ടിയും ആർജിച്ചു എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് പഠനോത്സവങ്ങൾ നടത്തപ്പെടുന്നത്. 2017 മുതലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പഠനോത്സവം കേരളത്തിലുടനീളം നടത്തപ്പെടുവാൻ തീരുമാനമെടുത്തത്. അതിനൊരു കാരണവുമുണ്ട്. ഓരോ കുട്ടിയും മാറ്റി നിർത്തപ്പെടാനാവാതെ മികവുകൾ എല്ലാ കുട്ടികളിലേക്കും എത്തിക്കണം എന്നുള്ള സർക്കാരിന്റെ ഒരു തീരുമാനം. ഈ വർഷം മുതൽ LP UP വിഭാഗങ്ങളിൽ മാത്രം നടത്തിക്കൊണ്ടിരുന്ന പഠനോത്സവം ഹൈസ്കൂൾ തലത്തിലേക്കും എത്തിയിരിക്കുന്നു. വിദ്യാലയത്തിന്റെ പഠന മികവുകളോടൊപ്പം ആസൂത്രണ മികവുകളും അക്കാദമിക മികവുകളും ഇതിൽ പ്രശസ്തിയാർജിക്കുന്നു. സ്കൂൾ HM സിസ്റ്റർ സുദീപ ആമുഖ പ്രഭാഷണം നടത്തി. കട്ടപ്പന BPO ഷാജിമോൻ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡിറ്റാജ് ജോസഫ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജിജോ ജോർജ്, BRC കോർഡിനേറ്റർ അജിത്ത്, PTA പ്രസിഡന്റ് ജോബി അഗസ്റ്റിൻ എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. Three ones are three, 3 twos are
രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃണമൂൽ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ സമരം ഉദ്ഘാടനം ചെയ്തു. വ്യാജ പട്ടയം നിർമ്മിച്ചും ഭരണത്തിന്റെ സംരക്ഷണത്തിലും ഭൂമി കയ്യേറ്റ മാഫിയായ സർക്കാർ രക്ഷപ്പെടുത്തുകയാണെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. മഹാത്മാഗാന്ധി സർവകലാശാല കലോത്സവത്തിന് തൊടുപുഴ അൽ-അസർ കോളേജിൽ തുടക്കമായി. സാഹിത്യകാരൻ PV ഷാജികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മങ്ങാട്ടുകവല ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറികളുടെ താക്കോൽ ദാനം നടന്നു. മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു താക്കോൽ കൈമാറി. ജനകീയ വിഷയങ്ങൾ പരിഹരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് MLA. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.